ഹലോ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റവയും ഉരുളൻകിഴങ്ങും വെച്ചിട്ട് ഒരു ക്രിസ്പി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവ, പിന്നീട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നീട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് വീണ്ടും കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ കയ്യിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് ഇടയ്ക്ക് ഒരല്പം എണ്ണയും കൂടെ കയ്യിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കയ്യിലും നന്നായിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം എടുത്ത് നമുക്ക് നമ്മുടെ വിരലിൻ്റെ, അതായത് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ചു. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമേ ഭാഗം മാത്രമേ നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക്